നമുക്ക് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് അതായത് മലബാർ മേഖലയിലേക്ക് പോകുമ്പോൾ സാധാരണ തെരഞ്ഞെടുപ്പൊക്കെ ഒരു മണ്ഡലത്തിൽ തന്നെ ആ മണ്ഡലത്തിനുള്ളിൽ നിൽക്കും. പക്ഷേ അത് മാത്രമല്ല ഒരു മണ്ഡലത്തിനപ്പുറത്തേക്ക് കേരളം മുഴുവൻ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ്. വയനാടുണ്ട്, വടകരയുണ്ട്. വടകര ദേശീയ ശ്രദ്ധ നേടിയത് വിവാദങ്ങളിലൂടെ ആണെങ്കിൽ വയനാട്ടിൽ രണ്ട് ദേശീയ നേതാക്കളാണ് മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊന്ന് UDF-നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള മണ്ഡലങ്ങളാണ് മലബാർ മേഖലയിൽ ഇത്തവണയുള്ളത്. ആ രാഹുൽ ഗാന്ധി തരംഗമൊന്നും ഇത്തവണ അടിക്കാനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സമസ്തയിലെ ചില പൊട്ടലുകൾ എങ്ങനെ സ്വാധീനിക്കും, അതെ ലീഗ് കോട്ടകൾ ഇളകുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇത്തവണ മലബാറിൽ ബാക്കിയാകുന്നുണ്ട്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം പറയൂ, എന്താണ് അവസാന മണിക്കൂറുകളിലെ മലബാറിന്റെ രാഷ്ട്രീയ ചിത്രം? രേഷ്മ, മത്സരം വടകരയിൽ മാത്രമേ ഉള്ളൂ സംസ്ഥാനത്ത് എന്ന് തോന്നിക്കുന്ന വിധമാണ് തുടക്കം മുതൽ. അത് ഷാഫി പറമ്പിലിന്റെയും KK ശൈലജയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ഇന്ന് വരെ ഏറ്റവും അവസാനം കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോഴും എല്ലാ സംസ്ഥാനത്തുടനീളം നടക്കുന്ന അല്ലെങ്കിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് മാത്രമെന്ന രീതിയിലേക്ക് പ്രചരണം മാറിയതിൻ്റെ എല്ലാ ആവേശത്തിലുമാണ് ഈ കൊട്ടിക്കലാശത്തിലേക്ക് വടകര പോകുന്നത്. വടകരയിൽ നമ്മൾ ഇറങ്ങി അവിടുത്തെ നാട്ടുകാരോട് അഭിപ്രായങ്ങൾ തേടുമ്പോൾ ഷാഫിയാണോ ശൈലജയ്ക്കാണോ വോട്ട് എന്ന കാര്യത്തിൽ ഒരേ തരത്തിൽ തന്നെ ഷാഫി ശൈലജ ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വോട്ടർമാരെ നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് ആ മത്സരത്തിൻ്റെ വീറും വാശിയും കൃത്യമായി തന്നെ മനസ്സിലാക്കി തരുന്നതാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ നിറയെ ഒരുപക്ഷെ ഷാഫിയുടെയും ശൈലജയുടെയും റീലുകൾ മാത്രമാണ്. ആ അർത്ഥത്തിലുള്ളൊരു വളരെ വർണ്ണാഭമായ ഒരു മത്സരം നടക്കുന്ന വടകരയിൽ ഏറ്റവും അവസാന ചിത്രവും ഇഞ്ചോട് ഇഞ്ചി എന്ന അവസ്ഥയിൽ തന്നെയാണ്. ആരാണ് വിജയിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധം ശക്തമായ മണ്ഡലം. LDF-നെ സംബന്ധിച്ചോളം കടുത്ത അല്ലെങ്കിൽ വടകര ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളും LDF-നെ കോട്ടകളായ മണ്ഡലം. അതേസമയം എല്ലാ തവണയും കഴിഞ്ഞ തവണകളിലൊക്കെ കഴിഞ്ഞ് 3 തവണ തുടർച്ചയായി UDF-നൊപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന മണ്ഡലമാണ്. അതേസമയം ഷാഫി പറമ്പിലിന്റെയും KK ശൈലജയുടെയും സ്ഥാനാർത്ഥിത്വം കൂടി വന്നതോടെ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ജനകീയരായ വ്യക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് പോയതിനിടയ്ക്കാണ് പാനൂർ ബോംബ് സ്ഫോടനം സംഭവിക്കുന്നത്. അത് CPM-ന് വലിയ തോതിൽ ആഘാതമുണ്ടാക്കി. CPM അണികൾക്കിടയിൽ തന്നെ വലിയ ആഘാതമുണ്ടാക്കി. അതേസമയം KK ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം വന്നപ്പോൾ അത് ഒരു സഹതാപ തരംഗം KK ശൈലജയിലേക്ക് വന്നു. അതിനുശേഷമുള്ള വിവാദങ്ങൾ വീഡിയോ ഉണ്ടെങ്കിലെന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നെങ്കിൽ പോലും സമ്മിശ്രമായ പ്രതികരണങ്ങളുണ്ടായി. അങ്ങനെ പാനൂർ ബോംബ് സ്ഫോടനവും സൈബർ ആക്രമണവും റീലുകളും ഒക്കെ തന്നെ വലിയ ശക്തമായ മത്സരങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അവസാനത്തെ പിക്ചർ എന്ന് പറയുന്നത് കുത്തുപറമ്പിലെയും തലശ്ശേരിയിലെയും ഭൂരിപക്ഷത്തെ LDF-ന്റെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ UDF-ന് കഴിയുമോ, അല്ലെങ്കിൽ ഈ രണ്ട് ഭൂരിപക്ഷം വെച്ചുകൊണ്ട് മറ്റ് മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ LDF-ന് കഴിയുമോ എന്ന അവസാന ചോദ്യത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെ കണക്കൂട്ടൽ എത്തിക്കുന്നതായാലും പ്രചരണത്തിന് ആരും പിന്നിലല്ല. ശക്തമായ പ്രചരണത്തിൽ തന്നെയാണ് വടകര പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥ്യം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച വയനാടും ശക്തമായി തന്നെ പോരാട്ടം നടക്കുന്നു. കഴിഞ്ഞ തവണ ഏകപക്ഷീയമായ പോരാട്ടമായിരുന്നുവെങ്കിൽ ഇത്തവണ ആനിരാജ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിലൂടെ LDF അവരുടെ കളം ശക്തമായി തന്നെ സാന്നിധ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന്റെ സാന്നിധ്യത്തിലൂടെ BJP ക്യാമ്പും ആവേശത്തിലാണ്. അവിടെ എത്ര മത്സരങ്ങൾ നടക്കുന്നു, നമ്മൾ ആവേശകരമായ പ്രചരണം നടക്കുന്നു പറഞ്ഞാൽ പോലും ഭൂരിപക്ഷത്തിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള ശ്രമം തന്നെയാണ് LDF ക്യാമ്പും BJP ക്യാമ്പും നടത്തുന്നത്. അതേസമയം പ്രചരണത്തിന്റെ കാര്യത്തിൽ ആരും പിന്നോട്ട് നിൽക്കുന്നില്ല. ഇന്ന് വൈകിട്ട് കൽപ്പറ്റ സ്റ്റാൻഡിലാണ് കൊട്ടിക്കലാശങ്ങൾ എത്തിച്ചേരുക. അവിടെ 3 മുന്നണികളും അവരുടെ എല്ലാ ഒരിഞ്ച് പോലും കുറയാത്ത രീതിയിൽ ശക്തമായ പ്രചരണമുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ തന്നെയാണ് വയനാട് മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. കമ്പളക്കാട് രാവിലെ റോഡ് ഷോയിൽ പങ്കെടുത്തത് ആയിരങ്ങളാണ്. ഇനിയിപ്പോൾ മലപ്പുറം ജില്ല വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമായ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലെയും അതോടൊപ്പം തന്നെ നിലമ്പൂരിലെയും സ്ഥലങ്ങളിൽ കൂടി അവർ റോഡ് ഷോ നടത്തും. അതോടുകൂടി വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ ആത്മവിശ്വാസത്തിലേക്ക്, വലിയ ഗ്യാപ്പിൻ്റെ ആത്മവിശ്വാസത്തിലേക്ക് തന്നെ അവരെത്തിച്ചേരും. അതേസമയം ഒട്ടും പിന്നോട്ട് നിൽക്കാതെ ആനിരാജയും K സുരേന്ദ്രനും അവിടെ ശക്തമായ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകും. നേരത്തെ രേഷ്മ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ മത്സര ഫലത്തെക്കുറിച്ച് പ്രവചിക്കാൻ പ്രയാസമില്ലെങ്കിൽ പോലും മലപ്പുറത്തും പൊന്നാനിയിലും സമസ്ത ലീഗ് തർക്കം അവസാന നിമിഷം ശക്തമായ തന്നെ അഴുക്കുകൾക്ക് സൂചനകൾ നൽകുന്നുണ്ട്. പൊന്നാനി സമയത്തുള്ള എപ്പോഴും CPM പരീക്ഷണം നടത്തുന്ന ഒരു സ്ഥലമാണ്. ലീഗിന് മലപ്പുറത്തേക്കാൾ വെല്ലുവിളി ഉയർത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ചാണ് ലീഗ് സമസ്ത തർക്കം ശക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അത് വോട്ട് ബാങ്കിൽ വീഴ്ചയുണ്ടാക്കും അല്ലെങ്കിൽ ചോർച്ചയുണ്ടാക്കുമെന്ന ആശങ്ക
ലീഗ് ക്യാമ്പിനുണ്ട്. അത് മറികടക്കാൻ ശ്രമങ്ങൾ അവർ ഒരു വശയ്ക്ക് നടത്തുന്നുണ്ട്. പാലക്കാടും ആലത്തൂരും ഒരു തരത്തിലും മത്സരത്തിൽ നിന്നും മാറി നിൽക്കുന്നില്ല. രമ്യ ഹരിദാസും അതോടൊപ്പം തന്നെ രാധാകൃഷ്ണൻ തമ്മിലുള്ള ഗ്ലാമർ പോരാട്ടം അവിടെ നടക്കുന്നു. ഉണ്ടാകുമോ എന്നുള്ളതാണ് UDF-ന് കഴിഞ്ഞ തവണത്തെ 2019 വോട്ടുകളെല്ലാം ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടിയാണ് ഉറ്റുനോക്കുന്നത്. രേഷ്മ, നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വിവാദങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവാറില്ല. പക്ഷെ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഇല്ലെങ്കിൽ കേസുകൾ ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എനിക്ക് അറിയില്ല. തീർച്ചയായും. അത് മാത്രമല്ല, ഈ വയനാടിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ പതാകയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ എവിടെ മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തി മാത്രം പറത്തിവിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതെ, അത് കണ്ടു. അതിനുള്ള മറുപടി, രാഷ്ട്രീയ മറുപടി IL-ന്റെ പതാക ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർത്തിക്കൊണ്ടായിരുന്നു അതെ LDF-ന്റെ മറുപടി. അത് മാത്രമല്ല ധന്യ, ഇനി കണ്ണൂരിനെ സംബന്ധിച്ച് രണ്ട് ശക്തർ തമ്മിലുള്ള പോരാട്ടമാണ്. അത് UDF-നാണെങ്കിലും LDF-നാണെങ്കിലും പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പ്രശ്നമുണ്ട്. അതിൽ ഒരു ശക്തൻ വിമുഖത കാണിച്ചിരുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ളൊരു തീരുമാനം തുടക്കത്തിലെ കെ സുധാകരൻ പറഞ്ഞിരുന്നു. അത് കണ്ണൂരിൽ തിരിച്ചടിയാകുമോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്.